ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതൊരു പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. നല്ലൊരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം ചിലവുകളൊന്നുമില്ല. വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു മീഡിയം സൈസിലുള്ള പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ പേപ്പർ കപ്പിന് ഇതുപോലെ നമ്മൾ കുറച്ച് താഴെ ഭാഗം ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു 9 എണ്ണമായിട്ട് ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു പെൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ എന്നിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഓരോ പീസും ഏകദേശം ഒരേ സൈസിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ആ ഒരു വീതി അപ്പോഴേ കറക്റ്റ് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ 9 എണ്ണമായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് 9, 11 അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ താഴത്തേക്ക് കട്ടിങ് കൊടുക്കാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഭാഗം സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ ഒരു വൈറ്റ് ത്രെഡ് ഉണ്ടല്ലോ, മാക്രേം ത്രെഡ്, ആ ഒരു ത്രെഡ് ഒന്നിങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അധികം കട്ടിയില്ലാത്തൊരു ടൈപ്പ് കോട്ടൻ്റെ ത്രെഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ഒരു 3 റോ ആയിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പർ കപ്പ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു നൂല് ചുറ്റിയിട്ടുള്ളത് കഴിഞ്ഞിട്ടുള്ള ഒരു കട്ടിങ് ഉണ്ടാവില്ല, അപ്പോൾ അത് നമുക്ക് അവിടെ ശരിക്കൊരു ഫോൾഡായിട്ട് ഇങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ത്രെഡ് ചുറ്റിയിട്ട് ഇങ്ങനെ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു 3 റോ പോലെ ചുറ്റിയിട്ട്, അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൻ്റെ അകത്ത് കൂടെ എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പീസിലൂടെ പുറത്തു കൂടെ എടുക്കാം. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ അടുത്തുള്ള പീസിൻ്റെ അകത്ത് കൂടെ, പിന്നെ അടുത്ത പീസിൻ്റെ പുറത്തു കൂടെ, ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അതായത് ഒന്നാമത്തെ പീസിൻ്റെ ആ ഒരു ബാക്ക് കൂടെ എടുക്കുക, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പീസിൻ്റെ ഫ്രണ്ട് കൂടെ എടുത്ത്, പിന്നെ മൂന്നാമത്തെ പീസിൻ്റെ ആ ഒരു ബാക്ക് കൂടെ, നാലാമത്തെ പീസിൻ്റെ ഫ്രണ്ട് കൂടെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതുപോലെ അങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു 4 ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. നമ്മൾ ആദ്യത്തെ ഒരു 1-2 എണ്ണം ചെയ്യുമ്പോൾ മാത്രമേ കുറച്ചൊരു ഇതുണ്ടാവുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ കറക്റ്റ് നമുക്കത് കാണാൻ പറ്റും എവിടെയാണോ എന്നുള്ളത്. ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പായൊക്കെ മുടയുന്ന പോലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ഈ പേപ്പർ കപ്പ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഓഡ് നമ്പേഴ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 10 എണ്ണം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്ത് നോക്കിയത്, പക്ഷേ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഞാനൊരു 4-5 റോ ആയിട്ടൊന്നിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ താഴോട്ടാക്കി കൊടുക്കാൻ കേട്ടോ. ആ ഒരു പേപ്പർ കപ്പ് ഇങ്ങനെ കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക, അപ്പോഴായിരിക്കും ഒരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മളിതിന് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ഒരു മേലെ വരെ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ഏകദേശം ഒരു മേലെ വരെ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി അവിടെ വെച്ചിട്ട് ആ ഒരു ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ബാക്ക് കൂടെ അങ്ങനെ എടുത്തിട്ട് ആ ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നല്ല കറക്റ്റ് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ബാസ്ക്കറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പേപ്പർ കപ്പിൻ്റെ മേലുള്ള ഒരു ബോർഡർ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ ത്രെഡ് ചുറ്റിയിട്ടുണ്ടായിരുന്ന അതിൻ്റെ മേലെ കുറച്ചൊരു സ്പേസ് മാത്രം വിട്ടിട്ട് നമ്മൾ ബാക്കി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ചെറിയൊരു ലേസ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിതൊരു പഴയ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളറ് ബാസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ ലേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പേപ്പറിൻ്റെ ത്രെഡ് തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിയുള്ള ഒരു ത്രെഡാണ്. അപ്പോൾ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇതുപോലെ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ബാസ്ക്കറ്റിന് എത്ര സൈസിലുള്ള ഒരു ഹാൻഡിലാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളൊന്നിങ്ങനെ ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ ചുറ്റാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ത്രെഡ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ അത് ഇതുപോലെ തന്നെ ആ ഒരു ഹാൻഡിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ റോൾ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചുറ്റി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു പേപ്പറിൻ്റെ ത്രെഡും പിന്നെ അതുപോലെ നൂലൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഇതുപോലെ പേപ്പർ ട്യൂബ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ മുടിയൊക്കെ പിന്നുന്ന പോലെ ഇങ്ങനെ പിന്നെടുത്ത് വെച്ചാൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഹാൻഡിലേക്ക് ഫുള്ളായിട്ട് ത്രെഡൊക്കെ ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആ ഒരു ത്രെഡ് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഒരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഉണ്ടായിരുന്നു, പഴയതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പേപ്പറിൻ്റെ ഫ്ലവറോ പിന്നെ അതുപോലെ സ്പോഞ്ച് ഷീറ്റ് കൊണ്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു ഒരു ബോ പോലെയുള്ളത് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഹാൻഡിലിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മോളുടെ ഡ്രസ്സിൽ നിന്ന് പിന്നെ അതുപോലെ മുടീൻ്റെ ക്ലിപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ അഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാനും. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് പേപ്പർ കപ്പിനെ അങ്ങനെ ഇതുപോലെ ഇങ്ങനെ മൊഞ്ചത്തിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതുപോലെ വേറൊരു ക്രാഫ്റ്റും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബാസ്ക്കറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തതിന് പകരം നമ്മളൊരു ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തതെന്നുള്ളൂ, വേറൊരു ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ എൻ്റെ ആ ഒരു ജൂട്ട് ത്രെഡ് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ടൈപ്പല്ല, 1-2 സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി താന്നൊക്കെ ഇരിക്കുന്നു, വണ്ണം കൂടുതലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ചുറ്റിയിട്ടുള്ള 1-2 സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്തത്. അപ്പം നല്ല ജൂട്ട് ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ആ ഒരു വൈറ്റ് ത്രെഡ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ അതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന ഒരു ത്രെഡൊക്കെ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ലൈറ്റർ വെച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു ലേസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളർ കുഞ്ഞ് ലേസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇങ്ങനത്തെ ജൂട്ട് ത്രെഡിനൊക്കെ ആകുമ്പോൾ നമുക്ക് വൈറ്റ് കളറൊക്കെ ആയിരിക്കും ഭംഗി, പല കളേഴ്സിന് അത്രക്കൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടി ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലുള്ള ഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും മോളുടെ ഡ്രസ്സിലുള്ളത് തന്നെയാണ് കേട്ടോ, പഴയ ഡ്രസ്സിലുള്ളതാണ്. അപ്പോൾ അതും കൂടെ ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ജൂട്ട് ത്രെഡിലേക്ക് ഒരു മെറൂൺ കളർ ഗ്രീൻ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് ചേരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാറ്റിൻ്റെ റിബണൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞു ബോ പോലെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ പേപ്പറിൻ്റെ ആ ഒരു കപ്പ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 9 പീസായിട്ട് നമ്മൾ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ടൈപ്പ് പേപ്പർ കപ്പ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ആ ഒരു ടൈപ്പ് ഇപ്പോൾ ഇല്ല, ഈ ഒരു മീഡിയം സൈസിലുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 9 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. എന്നിട്ട് ജൂട്ട് ത്രെഡിൻ്റെ ആ ഒരു ടിപ്പ് നമ്മൾ ഈ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രിപ്പ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് കൂടെയും പിന്നെ നെക്സ്റ്റ് ഉള്ളതിൻ്റെ പുറത്ത് കൂടെ, അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു 2-3 റോ ആയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രിപ്പൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ അകത്തോട്ടാക്കിയിട്ട് പിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഓരോ പീസിൻ്റെ അകത്തു കൂടെയും പുറത്തു കൂടെയും എടുത്തിട്ട് ഇങ്ങനെ കൊട്ടമടയുന്ന പോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേപ്പർ കപ്പിൻ്റെ താഴെ ഭാഗത്ത് ഒരു റൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്തായിട്ട് വരുന്ന രീതിയിലാണ് നമുക്കിങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് അങ്ങനെയല്ല, നമ്മളുടെ ആ ഒരു പേപ്പർ കപ്പ് നേരെ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങനെ കൊട്ട പോലെ മടഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പേപ്പർ കപ്പ് ഇങ്ങനെ മറച്ചിട്ടിട്ട് ആ ഒരു രീതിയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ഒരു എൻഡിൽ വരെ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ഒരു ബോർഡർ പോലുള്ളത് നമ്മൾ ഇതിലിപ്പം കട്ട് ചെയ്യാതെ ഇങ്ങനെ അകത്തോട്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ആ ഒരു പേപ്പർ ബാഗിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ മേലെ ഇങ്ങനെ ഈ ഒരു ജൂട്ട് ത്രെഡ് റോൾ ചെയ്തെടുത്തിട്ട് നമ്മളൊരു ഹാൻഡിൽ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിന് ചെറുതായിട്ടൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ബോ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ആ ഒരു വൈറ്റ് കളർ തിന്നായിട്ടുള്ള ലേസ് ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്ര ഭംഗി തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ബാസ്ക്കറ്റ് അത്ര ഹൈറ്റ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് വീതിയുള്ള ലേസ് ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മളിവിടെ 2 ടൈപ്പ് മെത്തേഡിലാണ് ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പേപ്പർ കപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ നമ്മൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വീവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലൊരു ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു മൂന്നാമത്തെ ആ ഒരു ടൈപ്പിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പേപ്പർ കപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ അകത്തോട്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ കപ്പിൻ്റെ ഹൈറ്റൊക്കെ പോയിട്ട് ഇങ്ങനെ തീരെ നമുക്ക് ഹൈറ്റ് ഇല്ലാത്തൊരു ടൈപ്പ് ബാസ്ക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു വീതിയൊക്കെ കൂടി, പക്ഷേ എന്നാലും അതിന് അത്രക്കൊരു ഷേപ്പ് വന്നിട്ടില്ല, അങ്ങനെ ഒരു പരന്നിരിക്കുന്ന ഒരു ടൈപ്പിലാണ് വന്നത്. ഞാൻ ഒരു സാധാരണ ടൈപ്പ് പേപ്പർ കപ്പായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തീരെ ഒരു ഹൈറ്റ് ഇല്ലാത്ത ടൈപ്പിൽ ആ ഒരു ബാസ്ക്കറ്റ് കിട്ടിയത്. പക്ഷേ നമ്മൾ അതിൽ കുറച്ചൊരു വീതിയുള്ള ടൈപ്പ് ലേസൊക്കെ ഒട്ടിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള ഒരു കിടിലം ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ ആരും പറയില്ല കേട്ടോ പേപ്പർ കപ്പാണെന്നുള്ളത്, കാരണം അത്രയും നല്ല ഭംഗിയായിട്ട് നല്ലൊരു മൊഞ്ചത്തെ ആക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 3 ബാസ്ക്കറ്റ് ആയിട്ടാണ് ചെയ്തത്. ഞാനിതിലേക്ക് കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബോട്ടിൽ ഇങ്ങനെ മണി പ്ലാന്റ് അല്ലെങ്കിൽ ചെടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അല്ലാതെ നമുക്ക് നല്ലൊരു ഷോ പീസായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പേപ്പറിൻ്റെ ആ ഒരു കപ്പ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി 3 ബാസ്ക്കറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ബാസ്ക്കറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ അവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.